കുറേ നാളുകൾക്ക് ശേഷം നമ്മളിത് ഈ നാട്ടിലോട്ട് വന്നു നോക്കുകയാണ്. അപ്പോൾ മെയിനായിട്ടും വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇന്ന് January 9th 2026 ഡാഡിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മളിന്ന് രാത്രി തോമസ് ആൻഡ് കാസയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മളൊരു അടിപൊളി കേക്കൊക്കെ വാങ്ങിയിട്ട് കേക്കൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ മുറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് കയറാം. ബാക്കിയുള്ള വിശേഷങ്ങളും ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ വഴിയേ നമുക്ക് പറയാം. ഓക്കെ. അപ്പോൾ ഡാഡി എല്ലാവർക്കും കേക്ക് വായിൽ വെച്ച് കൊടുത്തു. അതേപോലെ തന്നെ ഡാഡിക്ക് എല്ലാവരും കേക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള കേക്കുകൾ മൊത്തം കഴിക്കാനായിട്ട് എല്ലാവരും അങ്ങോട്ട് തട്ടിപ്പറിക്കലായിരുന്നു. ഞാൻ അതിലുള്ള പൂവും കൊമ്പും കാലൊക്കെ എടുത്ത് കഴിക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ മെയിനായിട്ട് ഫുഡ് കഴിക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് ബാക്കി വെക്കാനായിട്ട് ആ കേക്ക് തൽക്കാലം നമ്മളങ്ങോട്ട് നീക്കി വെച്ച് കയ്യിലുള്ള കേക്കുകൾ ഇപ്പോൾ ആദ്യം തീർക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. നമുക്ക് മെനു കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ ഉണ്ടായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് ഫിഷ് മാംഗോ കറിയാണ്. ബാക്കിയുള്ളതൊക്കെ അവർ ഓരോരുത്തരായിട്ട് ഓരോ ഐറ്റംസ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ചിക്കനും ഫിഷും ബീഫൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പല പല വെറൈറ്റീസാണ്. അൽഫാം ടൈപ്പ്, പിന്നെ ചീസ് ടൈപ്പ്, പിന്നെ ക്രീം ടൈപ്പ്, അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോ ഞാനത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. എനിക്ക് അതിൻ്റെ പേരൊന്നും ഓർമ്മയില്ല. അപ്പോൾ അതിനിടയിൽ നമ്മുടെ സെൽഫീസും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തെടുത്ത് പോകുന്നുണ്ട്. ഫിൽറ്ററൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് സെൽഫിയൊക്കെ എടുത്ത് പോകുന്നുണ്ട്. കാരണം ഫുഡ് വരാനായിട്ട് കുറേ നേരം ടൈം പിടിച്ചു. അപ്പോൾ വീഡിയോയിൽ പെട്ടെന്ന് ഫുഡ് വന്നെങ്കിലും നേരിട്ട് ഞങ്ങൾ കുറേ നേരം ഇരുന്നിട്ടാണ് ഫുഡ് വന്നത്. ഫിഷ് മാംഗക്കറിയും ബീഫും പിന്നെ ക്രീമി അൽഫാമും പിന്നെന്താ പൊറോട്ടയും അങ്ങനെ ചില്ലി ഗോപിയും. പിന്നെ അമ്മയ്ക്കാണെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നോൺ വെജ് കഴിക്കത്തില്ല. അപ്പോൾ അമ്മയ്ക്ക് സ്പെഷ്യൽ വെജ് ഫ്രൈഡ് റൈസും ചില്ലി ഗോപിയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്ക് വീഡിയോ കണ്ടൊക്കെ ആസ്വദിക്കാനാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോൾ കുറേ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഫുഡാട്ടോ, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെന്താണ്, അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം ആദ്യം, എന്നിട്ട് ഇനി ബാക്കിയുള്ള കാഴ്ചയിലോട്ട് കയറാം. ഇത്രയ്ക്കധികം ഫുഡ് കഴിച്ചതിൻ്റെ ക്ഷീണം ഒന്ന് തീർക്കാനായിട്ട് നമ്മൾ 2-3 മൊജിറ്റോസും മോക്ടെയിൽസും അതേപോലെ ലൈം ജ്യൂസുകളൊക്കെയാണ് ഓരോരുത്തരായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പതിയെ ഇറങ്ങാണ്. സൈഡിൽ കുറേ കേക്കാണെന്ന് തോന്നുന്നു, കേക്ക് അല്ലെങ്കിൽ പുഡിങ്, അങ്ങനെ എന്തോ ഐറ്റംസ് ഉണ്ട്. പക്ഷേ എനിക്ക് കഴിക്കാൻ വയറില്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തെ കാഴ്ചകൾ കണ്ടിങ്ങനെ നിൽക്കാമെന്ന് വിചാരിച്ചു. ആ രണ്ട് സൈഡിലൊക്കെ കുറേ ഫിഷുകളുണ്ട്. എന്ത് രസമാണെന്ന് അറിയുക കാണാനായിട്ട്. അപ്പോൾ ഞാനിവിടേക്ക് ഫസ്റ്റ് ടൈമാണ് തോമസ് ആൻഡ് കാസയിലോട്ട് വരുന്നത്. എനിക്കിവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ടൈം നമുക്കിനി ഇവിടെ തന്നെ വീണ്ടും കണ്ടുമുട്ടാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഫുഡ് എനിക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇന്ന് വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഡാഡിയുടെ ബർത്ത്ഡേ ആയിരുന്നു മെയിനായിട്ട്. നമ്മളിപ്പോൾ ബർത്ത്ഡേ സ്റ്റാർട്ട് ചെയ്തിപ്പോൾ ഫുഡിങ്ങിലോട്ട് എത്തി തിരിച്ചല്ലേ. അപ്പോൾ ഫുഡിങ്ങിൽ നിന്ന് തിരിച്ച് ഡാഡിയുടെ ബർത്ത്ഡേയിലോട്ട് പോകാം. അപ്പോൾ ഒരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പറയുവാണെങ്കിൽ ഇത് ഇങ്ങനൊരു ടൈപ്പ് ബർത്ത്ഡേ ഡാഡിക്ക് ഫസ്റ്റ് ടൈം ആയിരിക്കും ലൈഫിൽ വരുന്നുണ്ടായിരിക്കും. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് സാധാരണ വീട്ടിൽ തന്നെ കേക്കൊക്കെ മുറിച്ച് വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഒരു അടിപൊളി മെമ്മറബിൾ ബർത്ത്ഡേ ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഡാഡി, ലവ് യു മാ.